തിരുവോണ നാളാണ്. അതായത് 2024 സെപ്റ്റംബർ 15-ാം തീയതി തിരുവോണ ദിവസം വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുഞ്ഞുമോൾ അന്ന് വീട്ടിൽ വന്ന ബന്ധുക്കൾക്ക് പായസമുണ്ടാക്കി നൽകുന്നതിന് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ആ സമയത്ത് പാഞ്ഞെത്തുന്ന വെള്ളക്കാർ, ആ വെള്ളക്കാരിലുണ്ടായിരുന്ന മുഹമ്മദ് അജ്മൽ, ഡോക്ടർ ശ്രീകുട്ടി എന്ന കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന കാറാണ് ആ വാഹനത്തെ, അതായത് ഈ കുഞ്ഞുമോളെയും ഫൗസിയെയും ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഫൗസിയാണ് വാഹനം ഓടിച്ചിരുന്നത്, പിന്നിലാണ് ഈ കുഞ്ഞുമോൾ ഇരുന്നത്. ഈ രണ്ട് സ്ത്രീകളും വീഴുന്നത് ഈ വെള്ളക്കാരൻ്റെ ബോണറ്റിലേക്ക്, പിന്നെ വീഴുന്നത് കുഞ്ഞുമോൾ വാഹനത്തിൻ്റെ അടിയിലേക്കും ഫൗസിയ മറ്റൊരു ഭാഗത്തേക്കും, അതായത് കാറിൻ്റെ മുന്നിൽ നിന്നും മാറി വീഴുകയായിരുന്നു. ഈ വാഹനം ഈ കുഞ്ഞുമോളുടെ ദേഹത്തേക്ക് കയറി ഇറങ്ങിയ ശേഷം അവിടെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് കുഞ്ഞുമോളെ എത്തിച്ച ആദ്യത്തെ ആശുപത്രിയിൽ തന്നെ ഡോക്ടർ വിലയിരുത്തിയത്. ഇത് വീണ്ടും ആ കാർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മുഹമ്മദ് അജ്മൽ ശ്രമിച്ചു. ശ്രമം നടക്കുന്നതിനിടെയാണ് അവരുടെ വാരിയെല്ലുകളൊക്കെ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങളിൽ കയറുന്ന സാഹചര്യം ഉണ്ടായത്. ആ ചെറിയ കാറാണ്, ഇയോൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ വാഹനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കടന്നു പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളടക്കമുള്ളവർ വിളിച്ചു പറഞ്ഞു എടുക്കരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഇത് കേൾക്കാതെ ഈ വാഹനം കുഞ്ഞുമോളുടെ ദേഹത്തുകൂടി കയറ്റി ഇറക്കി കൊണ്ടുപോയി.